നെസീസ് ആർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു സോപ്പ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സോപ്പ് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഒരു 100-200 രൂപ നമുക്ക് മുടക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് 1-2-3 മാസത്തേക്കുള്ള സോപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഒരു പപ്പായ സോപ്പും പിന്നെ അതേപോലെ തന്നെ ഒരു അലോവേര സോപ്പുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനിതാ നാടൻ പപ്പായാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ സോപ്പ് ഉണ്ടാക്കാനൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ കുറേ പ്രാവശ്യമായിട്ട് എനിക്ക് പപ്പായ കിട്ടിയിട്ടുണ്ടെങ്കിലും ഞാനത് എന്തായാലും കഷ്ണമൊക്കെ എടുത്ത് വെക്കും സോപ്പ് ഉണ്ടാക്കാൻ. പിന്നെ ഞാൻ തന്നെ അത് എടുത്ത് തിന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ പഴുത്തതായാലും പച്ച ആയാലും ഒക്കെ ഈ പപ്പായ. മനസ്സോടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയൊരു പീസ് ഞാൻ മാറ്റി വെച്ചത്. പിന്നെ അതായത് ഞാൻ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ തോലൊന്നും ഇല്ലാതെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ സോപ്പ് ഉണ്ടാക്കുന്നത്. ഈ ഒരു സോപ്പിൽ ഞാൻ ഈ കളറും പിന്നെ അതേപോലെ സ്മെല്ലിനും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. പിന്നെ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഉഷ്ണകാലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നമ്മൾ കുട്ടികൾക്കായാലും നമുക്കൊക്കെ തേക്കാൻ പറ്റിയിട്ടുള്ള പിന്നെ നാച്ചുറലായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു സോപ്പിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഇടാം കേട്ടോ. അതിൻ്റെ കൂടെ ഐക്കാർട്ടിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ എവിടെയെങ്കിലൊക്കെ ഇടാം. അത് മറന്ന ബോധങ്ങൾ ഉണ്ടാക്കി നോക്കണേ. ഈ കാലത്ത് നമുക്ക് ഏറ്റവും ഉപകാരമുള്ളൊരു സോപ്പ് തന്നെയാണത്. അപ്പോൾ നാച്ചുറലായിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ സ്മെല്ലിനോ അല്ലെങ്കിൽ കളറിനോ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ 300 ഗ്രാം സോപ്പിൻ്റെ ബേസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ ബേസ് ചെറുതാക്കി അരിഞ്ഞിട്ട് ഡബിൾ ബോയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളയ്ക്കാനായ സമയത്താണ് ഞാൻ ഈ പീസാക്കിയിട്ടുള്ള സോപ്പ് ഇതിൽ അലിയിക്കാൻ വെക്കുന്നത്. അപ്പോൾ പീസാക്കണമെന്നൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പീസാക്കിയത്. പിന്നെ ഞാനിത് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പപ്പായയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞില്ലല്ലോ, നിങ്ങൾക്ക് സോപ്പിൻ്റെ ബേസോ പിന്നെ കളറോ അല്ലെങ്കിൽ സ്മെല്ലിനുള്ളതൊക്കെ വേണമെങ്കിൽ ഞാനിതാ ഈ സ്ക്രീനിൽ തന്നെ ഒരു നമ്പർ ഇടാം കേട്ടോ. അപ്പോൾ അതിൽ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സോപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. കൂടാതെ ഡിഷ് വാഷും പിന്നെ അതേപോലെ ഈ ഹാൻഡ് വാഷ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സാധനങ്ങളൊക്കെ അവരുടെ അവൈലബിൾ ആണ് കേട്ടോ. ആ സോപ്പ് നല്ലോണം മെൽറ്റ് ആയതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ ഈ പപ്പായൻ്റെ ഇത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും കുറച്ചൊരു 5-6 മിനിറ്റ് നേരം ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കുറേ സമയം ഇങ്ങനെ മിക്സ് ചെയ്താൽ പത വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ വല്ലാതെ ഒന്നും മിക്സ് ചെയ്തിട്ടില്ല കേട്ടോ. മിക്സ് ചെയ്യാച്ചാൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് എടുക്കേണ്ട, ആവശ്യത്തിന് മാത്രം ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ ശരിക്കും വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനത്തെ സോപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ശരിക്കും മറ്റുള്ളതൊന്നും കൂട്ടാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. അതും അല്ല ഒറിജിനലായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുകയാണ് കേട്ടോ ഒന്ന് രണ്ടാമത്തെ ചെയ്യേണ്ടത്. പിന്നെ ഞാൻ ഇതിലേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ 2 ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് 300 ഗ്രാം സോപ്പിൻ്റെ ബേസും പിന്നെ അതേപോലെ തന്നെ ഒരു 150-200 ഗ്രാമിൻ്റെ അടുത്ത് പപ്പായ ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ 2 ചേർക്കുന്നത്. കുറച്ചാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ വൈറ്റമിൻ ഇൻ്റെ ക്യാപ്സ്യൂൾ 1 ചേർത്താൽ മതി. അപ്പോൾ നിങ്ങൾക്കറിയാലോ ഫേസിനൊക്കെ നല്ലതാണ് ഈ പപ്പായൻ്റെ പാക്ക്. പിന്നെ അതേപോലെ വൈറ്റമിൻ ഇ അങ്ങനത്തെ കുറേ ഗുണങ്ങൾ ഇതിനൊക്കെ ഉണ്ട്. അപ്പോൾ ഗുണങ്ങളുള്ള കാര്യങ്ങൾ വെച്ച് മാത്രമാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഈ കളറുണ്ടല്ലോ അത് ഫുഡ് കളറാണ്, ഈ പെർമിറ്റഡ് ഫുഡ് കളറാണ്. പക്ഷേ ഇത് ഒരു കാരണവശാലും ചേർക്കണം എന്നില്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോ ഞാനിതൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയോണ്ട് അപ്പോൾ ഇതൊന്നും ഞാൻ ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. ഏതായാലും എൻ്റെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ കളറും ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സ്മെല്ലിനുള്ള കുറച്ചൊരു ലിക്വിഡും ചേർക്കുന്നുണ്ട്. അത് ഒരുപാടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലുള്ളതാകുമ്പോൾ നമുക്ക് കുളിക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പോസിറ്റീവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കളറ്. പിന്നെ അതേപോലെ സ്മെല്ലിനുള്ളതൊക്കെ ചേർക്കുന്നത്. ഒരു കാരണവശാലും അതിനൊരു ഇമ്പോർട്ടൻറ്റും ഇല്ല കേട്ടോ. കളറിനും സ്മെല്ലിനൊന്നും നമ്മളെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള സോപ്പാണല്ലോ, അത് തന്നെയാണ് മുഖ്യം. പിന്നെ ഇത് നമ്മൾ ചൂടോടുകൂടി തന്നെ ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു മോൾഡ് ഒരു ഡിസൈനുള്ള മോൾഡാണ് കേട്ടോ. അപ്പോൾ 4 വരുന്നതാണ്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടുള്ള തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എത്ര വെച്ചാൽ മതി. പിന്നെ കുറഞ്ഞ വിലയിൽ നമുക്ക് ഈ ബേസ് വാങ്ങിയിട്ട് ഈ ബാക്കിയുള്ള സാധനങ്ങൾക്കൊന്നും പൈസ കൊടുക്കണമെന്നില്ല. പപ്പായാലും ബാക്കിയുള്ളതൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്തിനാ വെറുതെ 50-60 റുപ്യൊക്കെ കൊടുത്ത് പുറത്തുനിന്ന് സോപ്പ് വാങ്ങണേ. ഇതേപോലെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ബേസ് എന്താ പറയുക 1 കിലോ ബേസ് വാങ്ങിയാൽ ഒരുപാട് സോപ്പ് ഉണ്ടാക്കാം കേട്ടോ നമുക്ക്. ആ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് കുറച്ച് ബാക്കിയുണ്ടായിന്, അത് ഞാൻ ചെറിയൊരു പാത്രത്തിലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അടുത്ത സോപ്പ് ഉണ്ടാക്കുന്നത് അലോവേരൻ്റെ ആണ്. അപ്പോൾ 2 ലീഫ് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിലുണ്ട് കേട്ടോ, അത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാടൊന്നുമില്ല കേട്ടോ, ഒരു തൈയാണുള്ളത്. അതിന് ഇപ്പോൾ എനിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ളതൊക്കെ പറിച്ചെടുക്കും. അപ്പോൾ നമ്മൾ ആ ഒരു പൾപ്പ് എടുക്കുന്നതിന് മുമ്പ് തന്നെ 2 സൈഡിലുള്ള മുള്ള് ഒന്ന് നീക്കം ചെയ്ത് കൊടുക്കണം.
പിന്നെ ചെയ്യേണ്ടത് നമ്മൾ ആ ഒരു ഇത് പറിച്ചെടുത്താൽ ഒന്ന് കുത്തനെ ഒരു അരമുക്കാൽ മണിക്കൂർ ചാരി വെക്കണം കേട്ടോ. കുറഞ്ഞൊരു മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ അതിൽ നിന്നൊരു നീര് വരാനുണ്ട്. ആ നീര് നമ്മളെ സ്കിന്നിന് ചൊറിച്ചിലുണ്ടാക്കും കേട്ടോ. എല്ലാവർക്കും ഇല്ല, ചിലവർക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒന്ന് ഒഴിവാകുന്നത് വരെ അവിടെ ഒന്ന് ചാരി വെക്കണേ. അപ്പോൾ അതങ്ങനെ ഉറ്റി പോയിക്കോളും. പിന്നെ അത് 2 പീസാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കയ്യോ സ്പൂണോ കത്തിയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അതിൻ്റെ പൾപ്പൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേപോലെ പെട്ടെന്ന് റെഡിയാക്കി കിട്ടും. അങ്ങനെ 2 ഭാഗം മുറിച്ചെടുക്കുകയാണെങ്കിൽ ചെറിയൊരു പീസ് പച്ച കളറും ആ ഒരു തണ്ടിൻ്റെ ഒക്കെ വന്നിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സാധനമല്ല, ഒരിക്കലും നമ്മളെ സ്കിന്നിന് ഒരു കുഴപ്പം ഉണ്ടാക്കില്ല. നമ്മളിപ്പോൾ അത് അലോവേരൻ്റെയും പിന്നെ അതേപോലെ പപ്പായൻ്റെയും ഒക്കെ സോപ്പ് ഉണ്ടാക്കിയ പോലെ തന്നെ തുളസീൻ്റെ സോപ്പ്, ചെറുനാരങ്ങൻ്റെ സോപ്പ്, പിന്നെ അതേപോലെ ഒരുപാട് ഐറ്റംസിൻ്റെ സോപ്പ്, ചെമ്പരത്തി സോപ്പ്, അങ്ങനത്തെ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കട്ടോ. അതേപോലെ സോപ്പ് ബേസ് ഉണ്ടെങ്കിൽ മാത്രം മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളറിൻ്റെയും സ്മെല്ലിൻ്റെയും ഒന്നും ആവശ്യമില്ലാതെ തന്നെ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ കളറും പിന്നെ സ്മെല്ലൊക്കെ എടുക്കുന്നത് എന്താ വെച്ചാൽ സോപ്പിന് തനതായിട്ട് അങ്ങനത്തെ ഒരു കളറും ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ്. ഇവിടെ അലോവേരൻ്റെ പൾപ്പൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ആ സോപ്പ് ബേസ് ഇതേപോലെ നേരത്തെ നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞിട്ട് അതൊന്ന് മെൽറ്റാക്കി എടുക്കുകയാണ്. അടുപ്പത്ത് വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോഴേക്കും നമ്മൾ ആ ഒരു അലോവേരൻ്റെ പൾപ്പുണ്ടല്ലോ മിക്സിയിൽ അടിച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കളർ ആഡ് ചെയ്യുന്നുണ്ട്. പച്ച കളറാണെന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ കളറ് മാറിപ്പോയി, സോറി കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പച്ച ഇട്ടാൽ മതി. ഇനിയിപ്പോൾ കളർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് കുറച്ച് ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു കുഞ്ഞ് സ്പൂണിന് ഒരു 1/4 ടീസ്പൂൺ അളവിലേ ഉള്ളൂ കേട്ടോ കളർ ഇട്ടത്. അത് അരച്ച് വന്നപ്പോഴാണ് അതിൻ്റെ കളറ് മാറിയത് അറിയുന്നത്. എന്നാലും കളറ് നല്ല രസമുണ്ട്. പക്ഷേ അലോവേരൻ്റെത് ശരിക്കും ഒരു പച്ച പോലെയല്ല ഉണ്ടാവുക, അതിപ്പോൾ നീല അലോവേര ആയിപ്പോയി. അത് സോറി കേട്ടോ, ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ പച്ച കളർ ചേർത്താൽ മതിയേ. സോപ്പ് മെൽറ്റ് ആവാൻ വലിയ പ്രയാസമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ആ ഒരു തിളച്ച വെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സമയം ഇളക്കണ്ട കേട്ടോ, നല്ല പത വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സോപ്പിൽ ഞാൻ കുറച്ചധികം നേരം മിക്സ് ചെയ്തു പോയി, അതുകൊണ്ടാണ് കുറച്ച് പത വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പത പിന്നെ നമുക്ക് വേണമെങ്കിലും നീക്കി കൊടുത്താൽ മതി. പിന്നെ ആ മെൽറ്റായ ആ ഒരു സോപ്പിൻ്റെ ബേസിലേക്കാണ് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള അലോവേരൻ്റെ ജെല്ല് കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് സമയം ഇങ്ങനെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു സോപ്പിൻ്റെ ബേസിലേക്ക് നമ്മൾ ഇട്ടിട്ടുള്ള ആ ഒരു അലോവേരൻ്റെ അത് മിക്സ് ആയിക്കോളും. പിന്നെ വീണ്ടും ഞാൻ അതിലേക്കും 2 ക്യാപ്സ്യൂൾ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ 2 വൈറ്റമിൻ ഇൻ്റെ ക്യാപ്സ്യൂൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ഒരു സൂചി കൊണ്ട് കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ നീരൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 5 രൂപയുള്ളൂ കേട്ടോ ഈ ഒരു ക്യാപ്സ്യൂളിന്. ഇത് പിന്നെ എനിക്ക് പിന്നെ പൈസ ഒന്നും കൊടുക്കണ്ട കേട്ടോ, മോളോട് പറഞ്ഞാൽ ഓൾ കൊണ്ടുതരും. അപ്പോൾ ഞാൻ 2 എണ്ണം ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേറൊരു സ്മെല്ലും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, സ്മെല്ല് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. തികച്ചും നിങ്ങൾക്ക് നാച്ചുറലായിട്ടാണ് വേണ്ടതെങ്കിൽ കളറും സ്മെല്ലും ഒഴിവാക്കിയിട്ട് നമ്മൾ അലോവേരയും പിന്നെ അതേപോലെ ക്യാപ്സ്യൂളും ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. അത് ക്യാപ്സ്യൂളൊക്കെ നല്ലതാണ് കേട്ടോ. ഈ വൈറ്റമിൻ ഇൻ്റെ ക്യാപ്സ്യൂൾ നല്ലതാണ്. ഈ റെഡിയാക്കി വെച്ചിട്ടുള്ളത് നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. 2 ടൈപ്പ് മോൾഡ് ഉണ്ട് കേട്ടോ. ആദ്യത്തേൽ ഒരു ഡിസൈൻ ഉള്ളതും ഇതിപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ളതാണ്. നമ്മളെ പിയേഴ്സ് സോപ്പൊക്കെ ഇല്ലേ, ആ ഒരു ടൈപ്പാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് വേറെ ഏത് ടൈപ്പ് മോൾഡ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇത് തന്നെ എടുക്കണമെന്നൊന്നുമില്ല. പിന്നെ ഇത് മോൾഡൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളെ വീട്ടിലുള്ള ചെറിയ ബൗളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ തടവി കൊടുത്താൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. വെളിച്ചെണ്ണ ഇങ്ങനെ തടവിയിട്ട് അതിലേക്ക് ഈ ഒരു ഇത് ഒഴിച്ച് കൊടുത്താൽ മതി. ഫസ്റ്റത്തെ സോപ്പ് പോലെ അല്ല കേട്ടോ. അപ്പോൾ കൂടുതൽ സമയം ഞാൻ ഇളക്കി കൊടുത്തുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് നന്നായിട്ട് പത വന്നിട്ടുണ്ട്. ആ പതൊക്കെ കുറേയൊക്കെ ഞാൻ കോരി ഒഴിവാക്കിട്ടോ. പിന്നെ ഇത് സെയിൽ ചെയ്യാനുള്ളതൊന്നും അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ കുറച്ച് പത അവിടെ കിടന്നോട്ടെ വിചാരിച്ചാട്ടോ. കുറച്ചൊക്കെ ഒന്ന് മാറ്റി, ഒരുപാട് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഒരു സോപ്പും വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ, നാച്ചുറലായിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങണതിൽ അവരെന്തൊക്കെയാണ് കെമിക്കൽസൊക്കെ കൂട്ടിയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ മോൾഡിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ അതൊന്ന് റെഡിയായി വരും കേട്ടോ, ഒന്ന് കട്ടായി വരും. പിന്നെ അപ്പോൾ തന്നെ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് തോന്നുന്നുണ്ട്, കുറച്ച് ദിവസം എന്തായാലും വെക്കണം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾ സോപ്പ് ഉണ്ടാക്കി 1-2 മണിക്കൂറിന് ആകുമ്പോഴത്തേനൊക്കെ തന്നെ ഇത് സെറ്റായി വരും. ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് പിറ്റേന്നാണ്. അപ്പോൾ നല്ലോണം സെറ്റായിക്കോട്ടെ വിചാരിച്ചിട്ട് കണ്ടില്ലേ, ഇങ്ങനത്തെ സിലിക്കൻ്റെ മോൾഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ല, ബാക്ക് ഭാഗമൊക്കെ നല്ല രസമല്ലേ കാണാൻ. നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ഇനിയിപ്പോൾ 2 സോപ്പ് മാത്രമല്ല കേട്ടോ, പല ടൈപ്പ് സോപ്പ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണല്ലോ.
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഉപകാരപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറന്നു വരുത്. പിന്നെ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.